ആർ.എൽ.വി. രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറയുക. രേഷ്മ ബാബു തുടരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, ആർ.എൽ.വി. രാമകൃഷ്ണന്റെ വിഷയത്തിൽ വളരെ മുൻപ് തന്നെ സത്യഭാമയ്ക്ക് എതിരെ വിമർശനങ്ങളും വിവാദങ്ങളും ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഇന്ന് വിധി പറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിഷയത്തിൽ സത്യഭാമയ്ക്ക് അനുകൂലമായൊരു വിധി പറയാനാണോ സാധ്യത? കാരണം ഇപ്പോൾ തൽക്കാല ആശ്വാസമാണ് സത്യഭാമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ദേവിക, രണ്ട് പ്രധാനപ്പെട്ട ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. ഒന്ന്, ആർ.എൽ.വി. രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് വിധി പറയുന്നത്. വിശദമായിട്ട് തന്നെ ഈ ഹർജിയിന്മേൽ ഹൈക്കോടതി നേരത്തെ വാദം പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം തന്നെ താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം സത്യഭാമയ്ക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി വാക്കാൽ ചില പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അതായത് സത്യഭാമയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് തെളിയിക്കത്തക്ക കാര്യങ്ങൾ, തെളിവുകളൊക്കെ തന്നെയുണ്ട്. മാത്രവുമല്ല, ഈ പരാതിക്കാരനായിട്ടുള്ള ആർ.എൽ.വി. രാമകൃഷ്ണനെ പരോക്ഷമായിട്ട് അദ്ദേഹത്തിന്റെ ജാതിയെ അധിക്ഷേപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സത്യഭാമ പരാമർശങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുമെന്നുമാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് കഴിഞ്ഞ ദിവസം വാക്കാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ത്രീ എന്നുള്ള പരിഗണന മുന്നിൽ നിർത്തിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹർജിയിൽ വിശദമായിട്ട് വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയാൻ ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും സത്യഭാമ ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ എന്ന് പറയുന്നത് താൻ പേര് പറഞ്ഞ് ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ പരാമർശത്തെ SC/ST ആക്ട് പ്രകാരമുള്ള അതിന്റെ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഇക്കാര്യത്തിൽ സാധിക്കില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് സത്യഭാമയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ പരാതിക്കാരൻ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായിട്ട് പരോക്ഷമായിട്ടാണെങ്കിൽ കൂടി ജാതീയമായിട്ട് അധിക്ഷേപം നടത്താൻ ഈ സത്യഭാമ തന്റെ വാക്കുകൾ, പദപ്രയോഗങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഇത് വ്യക്തമാണെന്നും പരാതിക്കാരൻ ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കീഴ്ക്കോടതി നേരത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി മുൻപാകെ സത്യഭാമ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് സമീപിച്ചത്. എന്തായാലും നിലവിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് രാവിലെ തന്നെ ഇക്കാര്യത്തിൽ വിധി പറയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.